അംശമായ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അമ്മയുടെ മകനാണ്, അമ്മയുടെ ഡിസൈപ്പിളാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ 72ാം ജന്മദിനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഫാമിലിയിലകത്ത് തന്നെ ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അത് പ്രസക്തമല്ല. പക്ഷേ തീർച്ചയായും ഒരു വളരെ പ്രോഗ്രസീവായിട്ടുള്ള രീതിയിൽ ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ലോകത്തിലേക്കുള്ള ഇടപെടലുകൾ അതൊരു വളരെ മനോഹരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ തന്നെ ഇന്ന് തന്നെ അമ്മ ഒത്തിരി സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി അനുഗ്രഹ പ്രഭാഷണത്തിനിടയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ന്യായമായും ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നൊരു ചോദ്യം, അപ്പോൾ നമ്മൾ ഇത്ര വലിയൊരു ഇവൻറ്റ്, 10,000-കണക്കിന് ആളുകൾ വരുന്നൊരു ഇവൻറ്റിൽ സസ്റ്റൈനബിലിറ്റി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുപോലും നമ്മൾ എപ്പോഴും എന്ത് പറയുമ്പോഴും നമ്മളൊന്നും കൂടെ ഒരു സംശയാലു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമല്ലോ, നമ്മുടെ പ്രായം അതാണ്. പക്ഷേ അപ്പോൾ തന്നെ എനിക്ക് അതിനുള്ളൊരു മറുപടി, കാരണം നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ ദിസ് ഈസ് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ മുതൽ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പോലും അവിടെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മാലിന്യങ്ങളൊന്നും എങ്ങും കാണുന്നില്ല. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുകയും അത് വെള്ളം പോലും റീസൈക്കിൾ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥ. ഇത്രയും വലിയൊരു ഇവൻറ്റ് പോലും സസ്റ്റൈനബിളായിട്ട് ചെയ്തിട്ടാണ് അമ്മ ലോകത്തിലേക്ക് ഈ ഇടപെടലുകളിൽ ഈ ഒരു അഭിപ്രായങ്ങൾ പറയുക എന്ന് പറഞ്ഞത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഓഫ് കോഴ്സ് അമ്മയുടെ പാത, സ്പിരിച്വാലിറ്റി എല്ലാമാണ് അമ്മയുടെ മെയിൻ സംഭവങ്ങൾ. പക്ഷേ അതിനൊക്കെ ഉപരി ലോകത്തിലേക്കുള്ള അമ്മയുടെ ഇടപെടലുകൾ വെരി പ്രോഗ്രസീവ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്.